ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മുന്നൂസ് ചാനൽ. നമ്മളിന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ, എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്കൊരുവിധം സുഖമാണ് കേട്ടോ. നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ നിൽക്കുന്നോ അല്ലേ നല്ല മഴ തന്നെയാണോ? ഇവിടെ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. നല്ല മഴക്കാറും ഉണ്ട്, പിന്നെ ഇടയ്ക്കൊരു പൊടിക്കാറ്റൊക്കെ ഉണ്ട്. പിന്നെ മഴ ഉണ്ടെന്നൊക്കെ പറയുന്നേക്കുന്നത് തിങ്കളാഴ്ച മുതൽക്ക് കുറച്ച് ദിവസം മഴ ഉണ്ടാവും എന്നൊക്കെ. അള്ളാൻ്റെ കാവൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആടായാലും വിടായാലും ഒക്കെ അള്ള കാക്കട്ടെ. ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. വെള്ളിയാഴ്ച നമുക്ക് സ്പെഷ്യൽ ഡേ അല്ലേ, ബിരിയാണീൻ്റെ ദിവസമാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ്. 15 കിലോ അരിയിട്ടതാ ചോറ് വെച്ച് വെച്ചിരിക്കുന്നത്. ബിരിയാണിക്ക് മസാല ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. ഇനി അതിന് ഉള്ളി അടുപ്പത്ത് വെച്ച് വാട്ടുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചതക്കി വെച്ചിരിക്കുന്നു, പച്ചമുളകും. ചിക്കനിൽ മസാല ഒക്കെ പുരട്ടി വെച്ചിരിക്കുന്നത്, കുറച്ച് പൊരിക്കാൻ വെച്ചിരിക്കുന്നു കേട്ടോ. ബാക്കി പൊരിച്ചെടുക്കണം. ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഫുള്ളൊന്നും ഇതിൽ കാണിച്ചില്ല കേട്ടോ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ കുറേ ഉണ്ട്. ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അടയും ഇവിടെയൊക്കെ ഒന്ന് കാട്ടിത്തരികയാണ്. പിന്നെ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ നാട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ റെഡിയാക്കിക്കുന്നു കേട്ടോ. റെഡിയാക്കി കഴിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ബിരിയാണി വിശേഷങ്ങൾ. തോന്നൊന്നും പറയാനൊന്നുമില്ല, വലിച്ചിട്ട് കൊണ്ടുവരാനില്ലല്ലോ. കുറേ വീഡിയോ എടുത്തിച്ച് കാണുമെങ്കിലല്ലേ കുറേ വോയിസും കൊടുക്കേണ്ടത്. അതിനെക്കൂടെ ചുരുക്കി പറയുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കാൻ അടിപൊളി ബിരിയാണിയും ചിക്കൻ പൊരിച്ച് വെച്ച ബിരിയാണിയും കേട്ടോ, സൂപ്പറാണേ. ഇന്ന് ഇതാണ് കേട്ടോ ഉപ്പച്ചി മക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ബീഫോ ചിക്കനോ എന്തോ ഇട്ടുക്കുന്നതിൽ ഇതുവരെ മക്കൾ കാത്തുനിന്നതിന് ഉപ്പച്ചി വരാൻ വൈകിയപ്പോൾ റൂമിലേക്ക് പോയത്. അവർ കണ്ടില്ല. ഉപ്പച്ചി വന്ന് എന്നെക്കൊണ്ട് ഞാൻ വേഗം പൊട്ടിച്ച് കഴിഞ്ഞിട്ടൊരു കഷ്ണം എടുത്ത് തിന്നാണ് കേട്ടോ. മക്കളെക്കാളും കൊതിക്കാൻ നിങ്ങൾ പറയരുത്. സാധനം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ആദ്യമായിട്ട് കഴിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗം പൊട്ടിച്ച് നോക്കുന്നത്. നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അത്യാവശ്യം എരിവുണ്ട്. പിന്നെ ഇറച്ചിയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നതിനെ കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെ അതിനൊന്നും എടുത്തിട്ടൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ബദലിൻ്റെ വീട്ടിൽ പോകുക കേട്ടോ. നമ്മുടെ അയൽവാസി ഉണ്ടല്ലോ, അറബി ഓലെ വീട്ടിൽ പോവുകയാണ്. ഇല്ല, മെല്ലെ നടന്നോളൂ, ഞങ്ങളും ബാക്കിൽ അങ്ങനെ വരും. ഇവിടെ അടുത്താണെങ്കിൽ നോക്കിയാൽ കാണില്ല കേട്ടോ. റോഡ് മുറിച്ച് കടന്നിട്ട് അക്കരെ പോകണം, കുറച്ചായിട്ട് നടക്കണം. കേൾക്കുന്നുണ്ട്. നടന്ന് പോണ ഒച്ചാണ് കേട്ടോ കേൾക്കുന്നത്. മെറ്റിൽ കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണല്ലോ, അതിൻ്റെ ഒച്ചാണ് കേൾക്കുന്നത്. ഇവിടുന്ന് അടുത്താണ്, കാറ്റും കൊണ്ട് അങ്ങനെ നടക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. അവിടുന്ന് ഇങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടിയൊക്കെ ഇതിലൂടെയൊക്കെ അങ്ങനെ നടക്കട്ടെ, പിന്നെ നാട്ടിലേക്ക് പോരാനായല്ലോ. അതൊക്കെ മക്കളും ഉപ്പയും അതിൻ്റെ വേക്കിൽ മുത്തും റോഡുമ്മലെത്തിക്ക്. അതിൻ്റെ വേക്കിൽ ഞാനും എത്തി കേട്ടോ. റോട്ടുമ്മലെത്തി. നമ്മളപ്പോൾ എൻ്റെ മുന്നിലുള്ള റോഡുമ്മേൽ നടന്നിങ്ങനെ മെയിൻ റോട്ടുമ്മേലേക്ക് കയറിയതാണ്. നമ്മളെ വീട്ടിൽ നോക്കിയാൽ കാണുന്നതാണല്ലോ മെയിൻ റോഡ്. ഇനിയും കാത്തു നിൽക്കുക കേട്ടോ. ഇവിടെ മുറിച്ചെടുക്കണേ കുറച്ച് പണിയാണ്. വാഹനം ഇല്ലാത്തപ്പോൾ നോക്കി വേഗം ഓടട്ടെ. ഇവിടുന്ന് പിന്നെ വണ്ടിക്കാർ നമ്മൾ കണ്ടാൽ അവിടെ നിർത്തി തരും, അങ്ങനെ സമാധാനമുണ്ട്. പറഞ്ഞില്ലേ ഒന്നും ലൈറ്റ് ഇല്ലാത്തത്. ഇതൊരു മജ്ലിസാണ് കേട്ടോ. ഇവിടുന്ന് കല്യാണങ്ങൾ ഉണ്ടായാലും മരച്ചാള പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വാഹനം വരുന്നത് നമ്മളെ പോരൻ്റെ അടുത്ത് കാണുന്ന പള്ളിയാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ എപ്പോഴും ഉൾപ്പെടുത്തിയല്ലോ ഒരു പള്ളി, അതാണത്. ഇതാണ് നമ്മൾ അങ്ങാടി. അങ്ങനെ നമ്മൾ ബദരീൻ്റെ പുരയിലെത്തി. ബദരിയാണെങ്കിൽ മുറ്റത്ത് നല്ല പായൊക്കെ വിരിച്ചിട്ട് കേട്ടോ. ചെരുപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായില്ലാണ്. എല്ലാവരും മേറ്റൊക്കെയാണ് വിരിക്കുന്നതോട് പായാണ് വിരിച്ചത്. ഞങ്ങളങ്ങോട്ട് കാണുമ്പോൾ എന്തേതൊരു സന്തോഷമാണെന്നറിയോ. മക്കൾക്കാണെങ്കിലും ഇവൾക്കാണെങ്കിലും നല്ല സന്തോഷമാണ് കേട്ടോ. നല്ല സ്നേഹമാണ് ഇറ്റക്ക്. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത വിഷമമുണ്ട്. ഇറ്റക്ക് സങ്കടമാകുന്നുണ്ട്. ഇറ്റുണ്ട് പറയും എന്തിനാ പോകുന്നത്, ഇവിടെ നിന്നാൽ മതി, മക്കളോട് സ്കൂൾ പറഞ്ഞേക്കാം. അതുപോലെ മക്കൾ പോകുന്ന സ്കൂളിൽ പറഞ്ഞേച്ചാൽ മതിയെന്നു. ഇവിടെ
തരുന്നുണ്ട്, നല്ലോണം പഠിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പോകുകയാണെങ്കിൽ എന്നാൽ ഞങ്ങൾ നാട്ടിലേക്ക് പോയിരുന്നിട്ട് സെപ്റ്റംബറിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ വോയിസ് എടുക്കുന്നത് പുറത്തുനിന്നാണ് കേട്ടോ. എന്നിട്ട് കാറ്റുകൊണ്ട് ഫു എന്നുള്ളൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കാൻ പറ്റും ഈ വോയിസിൻ്റെ കൂട്ടത്തിൽ. പിന്നെ നമ്മൾ ബാബ തിന്നാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. ഫ്രൂട്ട്സാണ് കൊണ്ടുവെക്കുന്നത്. പിന്നെ കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചാണ് പുരേന്ന് പോകുന്നത് കേട്ടോ. നമ്മളവിടെ പോയിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ബാബ കേട്ടോ എല്ലാ സാധനവും കൊണ്ടുത്തരുകയും നമുക്ക് തിന്നിക്കുകയും കുടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഓൾ തിന്നിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യായല്ല. അങ്ങനെയാണെങ്കിൽ ഓൾ മക്കളെ എടുത്ത് അവിടെ ഇരിക്കുക ചെയ്യുക. നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ പുരയിൽ ആരോ വന്നിട്ടെങ്കിലും അടുക്കളയിൽ നമ്മളല്ലേ ഉണ്ടാകുക, നമ്മളെല്ലാം എടുക്കാനും കൊടുക്കാനും ഒക്കെ നിൽക്കുക. പിന്നെ ആണുങ്ങൾ കൊണ്ടുവച്ച് കൊടുക്കുക എന്നല്ലാണ്ട് ഇതല്ല കേട്ടോ. മൂപ്പരാണ് അടുക്കളയിൽ പോയിട്ടൊക്കെ എടുക്കുക ആകുകയൊക്കെ ചെയ്യുക. ഓളും കൂടായിട്ടല്ല കേട്ടോ, മുമ്പന്തിയിൽ മൂപ്പരാണ് ഉണ്ടാകുക. ഇത് റവ ഉണ്ടാക്കുന്നൊരു സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുറഞ്ഞ മധുരമേ ഉള്ളൂ. പിന്നെ പാൽപ്പൊടി എങ്ങനെയാണ് ഇതിൽ കൂട്ടൽ, പാൽപ്പൊടി വേറെന്തോ കൂട്ടലുണ്ടോയെന്ന് ഓർമ്മയില്ല. പിന്നെ കുറഞ്ഞ മധുരവുമായിട്ട് ഈ റവ കുറുക്കി എടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാൻ. നമ്മൾ നാട്ടിൽ തരിക്കഞ്ഞി ഉണ്ടാക്കുകയല്ലേ, നമ്മൾ പിന്നെ ലൂസിലെല്ലാം ഉണ്ടാക്കുക, വലിച്ചു കുടിക്കാക്കത്തോണോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിയാണ് കേട്ടോ കൊണ്ടുവച്ച്. പിന്നെ പാത്രത്തിൽ വെള്ളവും കൊണ്ടുവച്ചിരിക്കുന്നത്, കത്തിയും കൊണ്ടുവച്ചിരിക്കുന്നത്. കത്തി എടുത്തെങ്ങാനും മുപ്പര് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പറയുന്നത് നിങ്ങൾ കട്ട് ചെയ്യേണ്ട, നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചോളാം, അത് നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞെങ്ങാനും മുപ്പര് കട്ട് ചെയ്ത് തരികയാണ്. ഇത് പിന്നെ ഇവിടുത്തെ ശീലങ്ങളാട്ടോ. നമ്മളാണെങ്കിലൊക്കെ അടുക്കളയിൽ തന്നെ കട്ട് ചെയ്തിട്ടാണല്ലോ കൊണ്ടുവച്ച് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുത്താൽ മതിയേ, വേസ്റ്റ് ആയി പോകില്ല. നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ആപ്പിളൊക്കെ ആണെങ്കിൽ കറുത്തൂലെ, പഴമാണെങ്കിൽ ചീഞ്ഞൊക്കെ ചെയ്യുമല്ലോ. ഇത് നല്ലൊരു കാര്യമാട്ടോ. പക്ഷേ നമ്മളെ നാട്ടിൽ കൊണ്ടുവച്ചെടുത്ത് ആരും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ തിന്നാണ്ട് കണ്ടിട്ടാണ് അവർ കട്ട് ചെയ്യാണ്ട് കൊണ്ട് തന്നതൊക്കെ വിചാരിക്കൂലേ. അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവുമോ? എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. ഈ മാങ്ങ പുറത്തുനിന്ന് വാങ്ങിയാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കാരൊക്കെ അതൊക്കെ പകുതി പകുപ്പ് അയക്കുന്നത് മഞ്ഞ കളറിലുള്ളതാണ്. നല്ല മധുരം ഉണ്ട് കേട്ടോ. ഒരു തേനാലിയാണ് ഈ കാരക്ക. ഇവിടുന്ന് സമയത്ത് ഇങ്ങനെ കാരൊക്കെ കിട്ടുകയും തിന്നുകയൊക്കെ ചെയ്യുന്നതിനെ കൊണ്ടേ ഒരു വീര്യം തോന്നുന്നില്ല. നാട്ടിലെങ്ങാനും എത്തിക്കുകയാണെങ്കിൽ ഇത് എന്തൊരു വീര്യത്തിൽ പോകുന്നറിയാം. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്, ഞങ്ങൾക്കും തന്നെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നാട്ടിൽ കൊണ്ടുപോകാൻ കുറേ ബുദ്ധിമുട്ടാണ്, നല്ല വെയിറ്റ് ഉണ്ടാവില്ലേ. പിന്നെ നമുക്ക് സാധനം കുറേ ഒന്നും കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. അങ്ങനെ മക്കളെ ബദിരി പുക ഇടാൻ തുടങ്ങിയിട്ട് നല്ല സ്മെല്ലും ഉണ്ട്. ഒക്കെ നമ്മളൊക്കെ മൊത്തത്തിലൊരു പുക ഇടിച്ച് സ്മെല്ലൊക്കെ വെച്ചെങ്കിലേ ഒരു സമാധാനം ഉണ്ടാകും. അതൊക്കെ ഒരു നിർബന്ധമാണ്. ഈ ഒരു സാധനം ഇട്ടാണ് കേട്ടോ പുകയ്ക്കുക. ഇത് പുകച്ച് എല്ലാവരും മേക്കൂടികൾ കൊണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. മക്കളെ മേലാലിൻ്റെയും മുത്തുൻ്റെയും ഒക്കെ മേക്കൂടി അങ്ങനെ കൊണ്ടെടുക്കുന്നത്. ഇത് നല്ല സ്മെല്ലാണ്, ഇതൊക്കെ അങ്ങനെ എടുക്കെടുക്ക് ചെയ്യണമെന്നും പറഞ്ഞങ്ങനെ. ഞങ്ങളാണെങ്കിൽ ഇതൊക്കെ ഇവിടെ എടുത്ത് ഇവിടെ വന്നാൽ കണ്ട് പഠിച്ചതിലാണ്ട് ഇറ്റാ ശീലങ്ങളൊന്നും ഞമ്മക്കില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇറ്റാൽ നടപ്പൊന്നുമില്ലല്ലോ. ഓരോ രീതികളാണ് ഇതൊക്കെ. ഇവിടെ വരുമ്പോൾ നമുക്കും ചെയ്തു തരികയാണ്, അതിൽ നമ്മളും സന്തോഷിക്കുകയാണ്, അവരും സന്തോഷിക്കുകയാണ്. ഇതൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ ബദരി വീട്ടിലെ വിശേഷങ്ങൾ. മറ്റ് വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.